രഞ്ജിത്ത് 3 ജില്ലകളിലായി പടർന്നു കിടക്കുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്ന ഒരു ലോക്സഭാ മണ്ഡലം. ചേലക്കരയിലും പാലക്കാട്ടുമായിരുന്നു നമ്മുടെ കൂടുതൽ ശ്രദ്ധ. പക്ഷേ വയനാട്ടിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതിൽ LDFന്റെയും ഒപ്പം NDAയുടെയും വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും പ്രിയങ്ക ഗാന്ധിക്ക് രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം ഈ പോളിംഗ് കുറഞ്ഞ വേളയിലും നേടിയെടുക്കാൻ കഴിഞ്ഞതും അത് അഡ്വാൻറ്റേജ് UDF അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ലീഗ് എന്ന രീതിയിൽ ലീഗിന്റെ ഒരു അപ്രമാദിത്വം വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയല്ലേ ഇത്? സുജയ, തീർച്ചയായിട്ടും 2024 എന്ത് രാഷ്ട്രീയ സന്ദേശമാണോ വയനാട്ട് നൽകിയത് അതേ രാഷ്ട്രീയ സന്ദേശം തന്നെ നൽകുന്ന, പ്രത്യേകിച്ചൊരു മാറ്റവും ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണമെങ്കിൽ ഈ വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഫലത്തെ നമുക്ക് ഒറ്റവാക്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്തിനാണ് എന്ന് ജനങ്ങൾ ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ തെരഞ്ഞെടുക്കാനുള്ളൊരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. അങ്ങനെ പ്രിയങ്ക ഗാന്ധിയെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നോ രാഹുൽ ഗാന്ധിക്ക് പകരം NDAയുടെയോ അല്ലെങ്കിൽ LDFന്റെയോ ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കയറുമെന്നോ പൊതുജനങ്ങൾക്ക് ഒരു തരത്തിലും അഭിപ്രായമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇത് പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ളവരാണ് ഇതിൽ വോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമെടുത്ത് പോളിംഗ് ബൂത്തിലേക്ക് പോയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനത്തിൽ ഏകദേശം 9% കുറവുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുമില്ലാതിരുന്നത്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലെത്തിയാൽ ആർക്കാണോ ഗുണം ചെയ്യുക, പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെന്റിലെ സാന്നിധ്യം ആരാണോ ആഗ്രഹിക്കുന്നത്, അത് നേരത്തെ സുജയെ സൂചിപ്പിച്ച പോലെ ലീഗ് ഉൾപ്പെടെയുള്ള UDFന്റെ വളരെ പ്രധാനപ്പെട്ട വോട്ടർമാരും അവരുടെ അണികളും നേതാക്കന്മാരും ഒക്കെയാണ്. അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി കൂട്ടത്തോടുകൂടി UDFകാരും അവരുടെ അനുഭാവികളും പോളിംഗ് ബൂത്തിലേക്ക് പോയപ്പോൾ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷത്തിൽ ഒരു കുറവും ഉണ്ടായില്ല. പക്ഷേ ഇവിടെ CPIയും BJPയും CPMും ഒക്കെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞ് പ്രചാരണ രംഗത്തുണ്ടായതുകൊണ്ട് അവർക്ക് വലിയൊരു ക്ഷീണം സംഭവിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് അവരുടെ മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. താരതമ്യേന നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ജൂനിയറായൊരു നേതാവാണ്. എന്നിട്ട് പോലും 1,10,000 വോട്ട് പിടിക്കാൻ വേണ്ടി നവ്യ ഹരിദാസിന് സാധിച്ചു. അത് നവ്യ ഹരിദാസിൻ്റെ ഒരു നേട്ടമാണ്. BJPയെ സംബന്ധിച്ചും അതൊരു നേട്ടമാണ്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുവെ BJP അത്ര ഉണർവോടുകൂടി പ്രവർത്തിക്കണമെന്നില്ല. കാരണം BJPയെ സംബന്ധിച്ച് ഇവിടെ പ്രത്യേകിച്ചൊരു നേട്ടവും ഉണ്ടാക്കാനില്ലാത്ത ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ നവ്യ ഹരിദാസ് പിടിച്ച 1,10,000 BJPയെ സംബന്ധിച്ചും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. അതുപോലെ തന്നെ സത്യൻ മൊകേരിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് 4% വോട്ട്, ഏകദേശം 22,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ട്. ആ കുറവ് എന്ന് പറയുന്നതും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത മാത്രമായിട്ടുമാണ് അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. അതൊരു തിരിച്ചടിയായി കണക്കാക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി താല്പര്യമെടുക്കുന്നത് പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന അവരുടെ ചുറ്റുമുള്ള ഒരാൾക്കൂട്ടമായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി ജയിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. രാഹുൽ ഗാന്ധിക്ക് പകരം പ്രിയങ്ക ഗാന്ധിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തുന്ന കേവലം സാങ്കേതികമായൊരു തെരഞ്ഞെടുപ്പ് മാത്രമായതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ദിശാമാറ്റങ്ങളൊന്നും വയനാട് സൂചിപ്പിക്കുന്നില്ല എന്ന് പറയാൻ കാരണം.